നമസ്കാരം സാർ. നമസ്കാരം. ഇരിക്കൂ. ബ്രദറിനെ അങ്ങോട്ട് മനസ്സിലായില്ല സാറേ. ഞാൻ ഒരു പഞ്ചായത്ത് സെക്രട്ടറിയാണ്. മലയംകുന്ന് പഞ്ചായത്തിന്റെ സെക്രട്ടറി. പേര് സത്യശീലൻ. എനിക്ക് മനസ്സിലായി. പിന്നെ നമ്മുടെ കുറച്ച് സ്ഥലം മേടിക്കുന്നതിന്റെ പെർമിഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിരുന്നു. അതെ സാറേ, ഞാൻ അതിന്റെ ഒരു കാര്യം ചെയ്ത. ബ്രദറിന്റെ കാര്യം എന്തായി? സാറേ, അത് ആപ്ലിക്കേഷൻ നമ്മൾ പരിശോധിച്ചു. പക്ഷെ ആളെ കണ്ടിട്ട് കുഴപ്പമൊന്നും തോന്നുന്നില്ല. പക്ഷെ ആപ്ലിക്കേഷനിൽ എന്തോ ഒരു ഒച്ചപ്പച്ചപ്പ് പോലെ. അതെന്താണ് സാറേ? അല്ല, ഒരു ഉദ്യോഗസ്ഥരും സാധാരണ ഇങ്ങനെ ഒരു അനുമതി ഒന്നും വാങ്ങാറില്ല. അല്ല സാറേ, നമ്മൾ ഈ കോൺട്രാക്ട് റൂൾ അനുസരിച്ച് നമ്മൾ ഉദ്യോഗസ്ഥന്മാര് മുൻകൂട്ടി അനുവാദം വാങ്ങിക്കണം എന്നാണല്ലോ. അങ്ങനെ റൂൾസ് ഒക്കെ ഒരുപാടുണ്ട്. അതൊക്കെ ആരാ ഗൗനിക്കുന്നേ? ഇനി ആരെങ്കിലും അതിന്റെ പിന്നാലെ പോയാൽ അയാൾക്ക് വട്ടാന്ന് പറയും. അല്ല ബ്രദർ, ഇപ്പൊ വന്ന കാര്യം? സാറേ, ഞാൻ പുരയിടം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് 3 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തു. ഇനിയിപ്പോൾ 1 മാസം കൂടിയേ ബാക്കിയുള്ളൂ. ഈ 1 മാസത്തിന്റെ ഉള്ളിൽ എനിക്ക് പെർമിഷൻ കിട്ടിയില്ലെങ്കിൽ ഞാൻ ആദ്യം കൊടുത്തിട്ടുള്ള ഈ 3 ലക്ഷം രൂപ നഷ്ടപ്പെടും സാർ. സത്യത്തിൽ ഇപ്പോൾ ഇതിന്റെ അനുവാദം തരേണ്ടത് സർക്കാരാണ്. അപ്പോൾ നിങ്ങൾ തന്ന ആപ്ലിക്കേഷൻ ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഞങ്ങൾ സർക്കാരിലേക്ക് അയച്ചു. അത് പല സെക്ഷനിലും ചുറ്റിത്തിരിഞ്ഞിട്ട് ഇപ്പോൾ 2 ദിവസം മുന്നേ ഒരു കുറിയിട്ട് ഇവിടെ വന്നു. എന്ത് കുറി സാർ? അതായത് ഈ പുരയിടത്തിന് എന്ത് വില വരും, അതിന്റെ സോഴ്സ് എന്താണെന്നൊക്കെ അറിയണം. പുരയിടത്തിന് ഒരു 20 ലക്ഷം രൂപയോളം വില വരും. അല്ല, അതിപ്പോൾ 20 ലക്ഷം എന്ന് പറയുന്ന അവിടുത്തെ മാർക്കറ്റ് വാല്യൂ ആണല്ലോ. നമ്മുടെ സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള ആ ഒരു വാല്യൂ ഉണ്ടല്ലോ, അത് അനുസരിച്ചിട്ടുള്ള സോഴ്സ് കാണിച്ചാൽ മതി. അല്ല, അതിനിപ്പോ എന്താ സോഴ്സ് കാണിക്കുക? അത് നാട്ടില് ഭാര്യയുടെ പേരിൽ 12 സെന്റ് തെങ്ങുംപുരയുടെ ഉണ്ട് സാറേ. അത് വിറ്റിട്ടാണ് ഇപ്പോൾ ഇത് വാങ്ങിക്കുന്നത്. വൈഫിന് ജോലിയുണ്ടോ? ജോലിയില്ല. പിന്നെ എങ്ങനെ കിട്ടി ഈ തെങ്ങുംപുരയിടം? അത് വിലയാധാരം കിട്ടിയതാണ് സാറേ. വിലയാധാരം കിട്ടിയെങ്കിൽ അതിന്റെ സോഴ്സ് കാണിക്കണം. അത് ഭാര്യയുടെ അച്ഛൻ വാങ്ങിച്ചു കൊടുത്തതാണ്. അച്ഛൻ വാങ്ങിച്ചു കൊടുത്തത് എങ്ങനെയാ ബ്രദറെ വിലയാധാരമാകുന്നേ? സ്വന്തം കാശ് കൊടുത്ത് മേടിച്ചാലല്ലേ അത് വിലയാധാരമാകുള്ളൂ. അല്ല, അച്ഛൻ പൈസ കൊടുത്തിട്ട് ആ പൈസ കൊണ്ട് വാങ്ങിച്ചതാണ്. അല്ല, നിങ്ങളുടെ വിവാഹശേഷമാണോ ഈ തെങ്ങും പുരയിടം ഭാര്യയുടെ പേരിൽ ലഭിച്ചത്? അതെ, വിവാഹശേഷമാണ്. അയ്യോ, പോയില്ലേ സത്യശീല. നിങ്ങൾ ജോലിയിൽ ഇരിക്കുമ്പോൾ അനധികൃതമായി സമ്പാദിച്ച കാശ് കൊണ്ട് നിങ്ങളുടെ ഭാര്യയുടെ പേരിൽ സ്ഥലം മേടിച്ചു എന്ന് സംശയിച്ചാലോ? അയ്യോ, ദയവ് ചെയ്ത് അങ്ങനെ ഒന്നും പറയല്ലേ സാറേ. അനധികൃതമായിട്ട് ഞാൻ ഒരു പൈസയും വാങ്ങിക്കാറില്ല. ഞാൻ കൈക്കൂലി വാങ്ങിക്കാത്തൊരു ഉദ്യോഗസ്ഥനാണ്. അതുകൊണ്ടാണല്ലോ ഒരു 10 സെന്റ് സ്ഥലം വാങ്ങിക്കുമ്പോൾ അതിന്റെ പെർമിഷൻ വാങ്ങിക്കുന്നത്. സത്യശീലൻ, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ സത്യസന്ധനാണോ എന്നുള്ള കാര്യവും എനിക്കറിയാം. പക്ഷേ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ വലിയ കുഴപ്പങ്ങളാണ്. രേഖകൾ വേണം സാറേ. എന്തായാലും ഇവിടെ കുറിയിട്ട് വന്ന പേപ്പർ ഞങ്ങൾ അങ്ങോട്ട് ഓഫീസിലേക്ക് അയക്കാം. അപ്പോൾ അത് റെക്ടിഫൈ ചെയ്ത് സർക്കാരിലൊക്കെ പോയിട്ട് ചുറ്റിത്തിരിഞ്ഞ് വരുമ്പോൾ ഒരു 3 മാസം എന്തായാലും വേണ്ടി വരും. അയ്യോ, അത് പറ്റില്ല സാറേ. അപ്പൊ ഞാൻ കൊടുത്ത അഡ്വാൻസ് എനിക്ക് നഷ്ടപ്പെടും. അയ്യോ, ഞങ്ങൾ എന്ത് ചെയ്യാനാ ബ്രദറെ? എന്ത് കഷ്ടാണ്. എന്റെ പൊന്ന് സത്യശീലൻ സാറേ, കടപ്പുറത്തുനിന്ന് മണ്ണ് വാരാൻ ആരെങ്കിലും തഹസീൽദാരോട് അനുമതി ചോദിക്കുവോ? ഇനിയിപ്പോൾ അനുവാദം ചോദിച്ച സ്ഥിതിക്ക് മണ്ണെടുത്ത അഴി എണ്ണേണ്ടി വരും. ഈശ്വരാ, ഞാൻ ആകെ പെട്ടല്ലോ. പ്രാർത്ഥിക്കൂ ബ്രദറെ, പ്രാർത്ഥിക്കും.